ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സഹായത്തോടുകൂടി സർക്കാർ പിന്തുണയോടുകൂടി ശബരിമലയിൽ പ്രവേശിച്ച ഒരു വനിതയാണ് ബിന്ദു അമ്മണി. ഇപ്പോഴിതാ അവർ വീണ്ടും ശബരിമലയിലേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഇത് ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്, വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്താണ് സാർ, വീണ്ടും കുഴപ്പങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാനാണോ ഈ പരിശ്രമം? കെട്ടുനിറച്ചാ പോകുന്നതെങ്കിൽ അത് AKG സെൻറ്ററിൽ നിന്നായിരിക്കും കെട്ടുനിറയ്ക്കുന്നത്. അതിനുള്ള ആസൂത്രണങ്ങളൊക്കെ അവർ മുമ്പ് നടത്തി, ഇനിയും നടത്തും. ഇതിപ്പം അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ശബരിമലയിൽ ആഗോള അയ്യപ്പ സമ്മേളനം വരുന്നുണ്ട്. സെപ്റ്റംബർ 3-ാം വാരമാണ്. സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടി ചേർന്ന് നടത്തുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 75 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പം നല്ലത് തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലാണല്ലോ ശബരിമല. ശബരിമല ക്ഷേത്രത്തിലെ വരുമാനം എന്ന് പറയുന്നത് വലിയ വരുമാനവുമാണ്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് പോലും അതിനെ ആശ്രയിച്ചാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് വരുമാനമില്ലാതെ നിന്നപ്പോൾ വലിയ തകർച്ചയാണ് മറ്റ് ക്ഷേത്രങ്ങൾക്കൊക്കെ ഉണ്ടായത്. എന്തു പറഞ്ഞാലും നമ്മുടെ മലയാളക്കരയുടെ ഒരു ആത്മീയ ഔന്നത്യമാണ് ശബരിമല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഭക്തർ എത്തുന്നുണ്ട്. ആദ്യകാലത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. പി സുബ്രഹ്മണ്യത്തിൻ്റെ സ്വാമി അയ്യപ്പൻ സിനിമ വന്നതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഭക്തജനങ്ങൾ എഴുതുക. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പസ്വാമി എന്നുള്ള പാട്ട് തമിഴിൽ വലിയ ഹിറ്റായി മാറി. ആ സിനിമ തമിഴിലും എടുത്തു. അപ്പോൾ പിന്നീട് ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഇപ്പൊ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് സമ്പൂർണമായിട്ടും എത്തുന്നുണ്ട്. അത് കൊണ്ടേയിരിക്കും. ഇതൊരു പ്രത്യേക ക്ഷേത്രമാണ്. എല്ലാ ദിവസവും തുറക്കുന്നില്ല. അതെ, കാനന ക്ഷേത്രവും കൂടിയാണ്. അപ്പോൾ അതിന് പമ്പയിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ പമ്പയിൽ നിന്ന് മല കയറി ഏതാണ്ട് കുറച്ച് ദൂരം തന്നെ നടക്കാനുണ്ട്. കിലോമീറ്ററുകളോളം 4.5 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട്. അതും പെരിയാർ ടൈഗർ റിസർവാണ്. അതെ, കൊടും വനത്തിനകത്ത്. പക്ഷേ പുറമേ ശബരിമലയുടെ ചിത്രം കാണുമ്പോൾ ഇത് ടൗൺഷിപ്പ് ആണോന്ന് തോന്നുന്നു. അങ്ങനെ ആക്കി. പക്ഷേ നട അടച്ചിരിക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല. അവിടെ അതിൻ്റെ ചില വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. അവിടെ മൃഗങ്ങളും ഒക്കെ അവിടെ വിഹരിക്കുകയാണ്. അത് അവരുടെ ഇടമാണ്. പിന്നെ ഈ അയ്യപ്പ സമ്മേളനം നടത്തുന്നത് ശബരിമലയിൽ വെച്ചല്ല, പമ്പയിൽ വെച്ചാണ്. അത് ശരി. അതിൽ പങ്കെടുക്കാനാണ് ബിന്ദു അമ്മിണി പോകുന്നതെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. അത് വലിയ കുഴപ്പത്തിലേക്ക് എത്തിക്കും. ബിന്ദു അമ്മിണിയെ കൊണ്ടുവന്ന് നമുക്കറിയാം, ചാക്കി കെട്ടി സ്റ്റാഫ് ഗേറ്റ് വഴി ശ്രീകോവിലിന്റെ മുമ്പിൽ എത്തിച്ചു. അത് ശബരിമലയോടെ ചെയ്ത ഭക്തലക്ഷങ്ങളോടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ധിക്കാരമാണ്. പിന്നല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ മുസ്ലിം സമുദായത്തിനകത്ത് ചില ആചാരങ്ങളും അവരുടെ പള്ളികളിലെ രീതികളും ഒക്കെ ഉണ്ടല്ലോ. അവിടെ എന്തായാലും ഇതുപോലെ കാണിക്കാത്ത എന്താ? ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളിലും ഇല്ലേ? അവിടെ എന്താ കാണിക്കാത്ത? അപ്പൊ ശബരിമലയിൽ എന്തുവാകാം? പിണറായിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ശബരിമലയിൽ 2016 അധികാരത്തിൽ വരുമ്പോൾ. അന്ന് ശബരിമലയിലേക്ക് പോയി അവിടെ ചില ആലോചനാ യോഗങ്ങൾ നടത്തിയപ്പോൾ പ്രയാർ അതിന് എഴുന്നേറ്റ് നിന്ന് നല്ല മറുപടി. എല്ലാ ദിവസവും തുറക്കാൻ പറ്റത്തില്ല. ഇത് ഈ പിണറായിയുടെ ലക്ഷ്യം എന്ന് അറിയാമോ? യൂസഫ് അലി ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് എല്ലാ ദിവസവും തുറന്ന് അവിടെ പണം വാരാം. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ജന്മഭൂമിയിലെ ഹെഡിങ് നമ്മുടെ രാമേന്ദ്ര സാറാണെന്ന് ചീഫ് എഡിറ്റർ, അദ്ദേഹം കൊടുത്ത ഹെഡിങ് ആണത്. ശബരിമലയിൽ പണം വാരാം പിണറായി. ഇതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. അവർക്ക് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ ശബരിമല യുവതീ പ്രവേശവും ഒക്കെ ഉണ്ടായത്. ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഈ ശബരിമലയിൽ വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകളും പോകാൻ തയ്യാറായിട്ടില്ല. പിന്നെ ഇവരെ കൊണ്ടുവന്നത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ ഈ പമ്പയിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പമ്പയിൽ സ്ത്രീകൾക്ക് പോകാം, പമ്പ വരെ എത്താം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആണ് കയറ്റിവിടാത്തത്, യുവതികളെ കയറ്റിവിടാത്തത്. അതെ,
10 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള പിന്നെ സ്ത്രീകളെ. ശബരിമല നട അടച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പൊ നട അടച്ചിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ചെന്നാൽ ഞാൻ ചെന്നാലോ പ്രശാന്തി ചെന്നാലോ ഒന്നും അങ്ങോട്ട് കയറ്റിവിടത്തില്ല. അവിടെ പിന്നെ ഗേറ്റ് ഉണ്ട്, അവിടെ ഗാർഡുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കയറ്റിവിടത്തില്ല. പിന്നെ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ID കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ വഴി മാത്രമേ അവർ കയറി പോകത്തുള്ളൂ. അപ്പോൾ പമ്പ വരെ എപ്പോഴും പോകാം കേട്ടോ. എന്നും അവിടെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, പമ്പ ഗണപതി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, അവിടെയൊക്കെ നിത്യപൂജയുണ്ട്. പമ്പയില് പലരും ബലിയിടാൻ അവിടെ പോകാറുണ്ട്, അസ്ഥി ഒഴുകാൻ പോകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന് പമ്പയ്ക്ക് ബസ് സർവീസ് ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, എറണാകുളത്ത് നിന്നും ഒക്കെ ഉണ്ട്. ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുക. പോലീസ് സ്റ്റേഷൻ, ഇലക്ട്രിസിറ്റി, പോസ്റ്റ് ഓഫീസ് എല്ലാം ഉണ്ട്. അപ്പം പമ്പയിൽ വെച്ചാണ് ഈ അയ്യപ്പ സമ്മേളനം നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തിനാണ് സാറേ ഈ അയ്യപ്പ സംഗമം ഇപ്പൊ? ശബരിമലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക. അതിന് ഇവര് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അത് അയ്യപ്പന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഈ എന്താ പറയാ, തീക്കട്ടയിലൊക്കെ ഉറുമ്പരിക്കുമോ? ഈ ഗുരുവായൂരിൽ എത്ര സമ്മേളനം നടത്തിയിട്ടാണ് ഗുരുവായൂരിലേക്ക് ഭക്തജനങ്ങൾ ഓടിയെത്തുന്നത്? തിരുപ്പതിയിൽ അവരെന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? പളനിയിൽ നടത്തിയിട്ടുണ്ടോ? അമർനാഥ് തീർത്ഥാടനം, കാശിയില്, വാരണാസിയില്. ശരി, ഇവരിങ്ങനെ അയ്യപ്പ സമ്മേളനം നടത്തുന്നു, പമ്പയിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ബിന്ദു അമ്മണിക്ക് വരാം. ബിന്ദു അമ്മണിക്ക് എന്നുള്ളതല്ല, ശബരിമലയിൽ പോകുന്ന അവിടെ എല്ലാം ചെല്ലേണ്ടത് അയ്യപ്പ ഭക്തരാണ് ചെല്ലേണ്ടത്. എനിക്ക് ഇവർക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമുക്കത് അളക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. അതെ, നെറ്റിയിൽ കുറി തൊട്ടു എന്ന് വിചാരിച്ച് ഭക്തി ഉണ്ടാകണമെന്നില്ല. ഇല്ല, അപ്പൊ കുറി തൊടാത്തവൻ ഭക്തനല്ലെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പമ്പയിൽ വെച്ച് നടത്തിയാൽ നമുക്ക് ആരെയും തടയാൻ പറ്റത്തില്ല. ഇത് മിക്കവാറും അലങ്കോലപ്പെടുത്താൻ ഹൈന്ദവരുടെ മേലുള്ള, വിശ്വാസികളുടെ മേലുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇത് പിണറായി വീണ്ടും മാറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യപ്പ സമ്മേളനം നടത്തിക്കോ, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ഭക്തർ വന്നിട്ട് അവരെ ഇരുത്തി ശബരിമലയുടെ മഹത്വം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ഇവർ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ട്. എന്തിന്? പ്രശാന്തനറിയാമോ, നമ്മുടെ IPS വിജയൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. അതിന് സർക്കാർ അതിന്റെ കടക്കല് തന്നെ കത്തിവെച്ചു. അത് എത്ര ഭംഗിയായിട്ട് പൊക്കൊണ്ടിരുന്നെന്നറിയാമോ? പോലീസുകാരും ഭക്തരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ അതിനെ പരാമർശിച്ചു, P. വിജയനെ പ്രശംസിച്ചു. മൻ കി ബാത്തിന്റെ 100ാം പതിപ്പിൽ P. വിജയന് ഡൽഹിയിലേക്ക് നേരിട്ട് ക്ഷണമുണ്ടായിരുന്നു മോദിയുടെ. ഇവിടുന്ന് വിട്ടില്ല, അത് വേറെ കാര്യം, നമുക്കറിയാമല്ലോ. P. വിജയനെ എങ്ങനെ ഒതുക്കാമെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് നിർത്തലാക്കി. എന്തിന്? ശബരി റെയിൽപാത പറഞ്ഞിട്ട് കാലം എത്രയാണ്? വളരെ ചെറുപ്പം തൊട്ട് കേട്ടു. 4 നൂറ്റാണ്ടായി. ഇന്ന് വരെ അതിന്റെ സ്ഥലമെടുപ്പോ അതിന് എത്ര തുക വകയിരുത്തുന്നു, ഈ വക കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഈ അയ്യപ്പ സമ്മേളനത്തിന്റെ, അതുപോലെ തന്നെ ഈ ഹരിവരാസനം പദ്ധതി, പിന്നെ ശബരിമലയിൽ പ്രവർത്തിക്കുന്ന 2 സംഘടനകളുണ്ട്. അയ്യപ്പ സേവാ സംഘം, തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു ഏറ്റവും കൂടുതൽ അതിന്റെ പ്രസിഡന്റ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ആരും എത്തിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ അയ്യപ്പ സേവാ സംഘത്തിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പലയിടവും പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ അയ്യപ്പ സേവാ സമാജവുമുണ്ട് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ. അന്നദാനം, പിന്നെ ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ അത്യാഹിതമൊക്കെ ഉണ്ടായാൽ ഇവരുടെ സേനകളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ, കുടിവെള്ളം, അങ്ങനെ എല്ലാ തരത്തിലുള്ള അയ്യപ്പ സേവാ സംഘമൊക്കെ 75 വർഷമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ അയ്യപ്പ സേവാ സമാജം ഏതാണ്ട് ഒരു 15 വർഷത്തോളമാണെന്ന് എനിക്ക് തോന്നുന്നു. 15 കൂടുതലായിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഇവരുമായിട്ടൊന്നും സഹകരിപ്പിക്കാതെ സർക്കാർ മാത്രം മുൻകൈയെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനാണ് ഇത് മുഴുവൻ അധികാരവും കൊടുക്കേണ്ടത്. അല്ലാതെ ഇതെന്തിനാണെന്നറിയാമോ? ഇവിടെ വീണ്ടും എനിക്കൊരു സംശയം. ഈ ബിന്ദു അമ്മണി ഇത് കണ്ടിട്ട് ഉടനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പൊ ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. പമ്പയിൽ എത്താം, അപ്പൊ പമ്പയിൽ വന്നോ, ബിന്ദു അമ്മണിയെ വീണ്ടും അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ശബരിമലയെ ഒരു കലാപഭൂമിയാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.